കേരളത്തിനെ സംബന്ധിച്ച് അടുത്തൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് അതിന്റെ മുഴുവൻ ഗുണവും കിട്ടിയത് UDF. ഒരുപക്ഷെ അത്ര ശക്തമായിട്ടുള്ള ഒരു അധികാര വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ NDA നല്ലൊരു വിജയം കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. പക്ഷെ ഇത്ര വലിയൊരു കൊടുങ്കാറ്റുണ്ടായിട്ടും NDAക്ക് 3 സീറ്റ് കേരളത്തിൽ ലഭിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വെസ്റ്റ് ബംഗാളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെയും 3 സീറ്റിൽ നിന്ന് 0-ൽ നിന്ന് 3 സീറ്റിലേക്ക് ആദ്യം വിജയിക്കുകയും ആ 3 സീറ്റിൽ നിന്നാണ് ഇന്ന് വെസ്റ്റ് ബംഗാളിന്റെ അധികാരം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് NDA മാറിയത്. ആ ചരിത്രം തന്നെ കേരളത്തിലും ആവർത്തിക്കും. ഈ 3 സീറ്റ് എന്ന് പറയുന്നത് NDA സംബന്ധിച്ചൊരു തുടക്കമാണത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇവിടെ മത്സരം എന്ന് പറയുന്നത് UDFും NDAയും തമ്മിലായിരിക്കും. കാരണം ഇത്തവണത്തെ പരാജയത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളെ ഉണ്ടാകൂ. അത് ഒന്ന് NDAയും UDFും മാത്രമായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും NDAക്ക് കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെ NDAക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോ ജനവിധി അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത UDFന് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. അവര് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. കാരണം നമുക്കറിയാം, ഇടത് സർക്കാരും ഇതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ട് 5 വർഷം കാത്തിരുന്ന് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് 1 മാസം മുമ്പാണ് ക്ഷേമ പെൻഷൻ നൽകിയത്. ജനങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികാരത്തിലേറുന്ന അതേ മാസത്തിൽ തന്നെ അതെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് ആയിരിക്കണം ഏതൊരു സർക്കാരും ഭരണത്തിലേക്ക് പോകേണ്ടത്. ആ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ 2020 അതിന്റെ എല്ലാ ഭാവങ്ങളും വരുന്ന സർക്കാരിന് നേരുകയാണ്. 2020 ഒരു പെർഫോമൻസ് ഇന്നത്തെ നാളുകളെ പാർട്ടികളെ സ്വാധീനമുള്ള പാർട്ടി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ പോലും അങ്ങനെ ഒരു പ്രതീക്ഷിച്ച മുന്നേറ്റം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ 2020 വോട്ടുകൾ ചേർന്നുള്ള ഒരു കൺസോളേഷൻ ഉണ്ടായിട്ടില്ല. അല്ല, നമ്മളിപ്പോ ഒരു NDA 2020 കൂടുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 21-ല് NDAയും 2020യും കൂടി സമാഹരിച്ച വോട്ടുകൾ നോക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൽ കുറവുകൾ വന്നിട്ടുണ്ട്. അതിപ്പോ നമ്മളിപ്പോ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഒരു കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് അത് 2020യിൽ മാത്രമല്ല, 99 സീറ്റുണ്ടായിരുന്ന LDF തകർന്ന് തരിപ്പണമായിട്ട് 35 സീറ്റിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് അവരുടെ വോട്ടുകൾ 30,000-ലധികം കുറയുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്ന കുറവുകളല്ലാതെ ഓവറോൾ NDAയുടെ പെർഫോമൻസ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേനേക്കാൾ നേട്ടമുണ്ടാക്കി. അതിന്റെ അന്തിമമായിട്ടുള്ള കണക്കുകൾ ഞങ്ങൾ കൂട്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു കൊടുങ്കാറ്റിൽ ഞങ്ങൾ പിടിച്ചു നിന്നു, 3 സീറ്റുകൾ കരസ്ഥമാക്കി നേട്ടമുണ്ടാക്കി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രണ്ട് മുന്നണിയെ അനുസരിച്ചിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും 2000 കോടി കുറവാണ് ലഭിച്ചത്. അപ്പൊ അത് കൃത്യമായിട്ട് അവലോകനം ചെയ്തു. അല്ല, അതിനെപ്പറ്റിയെല്ലാം ഡാറ്റാസ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ബൂത്ത് തലത്തിൽ ഓരോന്നും പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇതിലിപ്പോ 2020 എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിനെ പല രീതിയിലും LDFും UDFും ചിത്രീകരിച്ചു. ഒരു വർഗീയ പാർട്ടിയുടെ കൂടെ കൂടി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചു, സംഖ്യകളാക്കി മാറ്റി. അപ്പൊ അത് പ്രത്യേകിച്ച് കുന്നത്തുനാട് പോലെയുള്ള ക്രിസ്ത്യൻ മേഖലകളില്
ഇതിന്റെ വോട്ടേഴ്സായിട്ടുണ്ടായിരുന്ന ആളുകളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടത്. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം മാറ്റിയെടുക്കാനായിട്ടുള്ള സമയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ സഖ്യം ഉണ്ടായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ മത്സരരംഗത്തേക്ക് പോയി. അപ്പോൾ അത് ഈ പറയുന്ന പ്രതിപക്ഷത്തെ കോൺഗ്രസും അതുപോലെ തന്നെ LDFും നല്ല രീതിയിൽ ജനങ്ങൾ അത് ഉപയോഗിച്ചു. അതിന്റെ ഒരു ചെറിയ ഒരു ഡാമേജ് തീർച്ചയായിട്ടും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടത്. ഈ പാർട്ടി പിരിച്ചുവിട്ടാൽ മതി എന്നാണ് ഇന്നലെ എതിർ സ്ഥാനാർത്ഥി ജയിച്ച VP സജീന്ദ്രൻ പറഞ്ഞത്. 2020 പാർട്ടി പിരിച്ചുവിടേണ്ട അവസ്ഥയിലെത്തി, അത്രത്തോളം വോട്ട് കുറഞ്ഞു. അത് പറയുന്നത് ഏത് പാർട്ടിക്കാരാണെന്ന് നോക്കണം. 99 സീറ്റുണ്ടായിരുന്ന് അതിൽ നിന്ന് തകർന്ന് തരിപ്പണമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു പാർട്ടിയാണ് അത് പറയുന്നത്. ആ പാർട്ടിയുടെ ഒരു MLA ആണ് പറയുന്നത് എന്ന് ഓർക്കണം. ജയിച്ച ആളാണ് അത് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ VP സജീന്ദ്രൻ പറഞ്ഞതെന്നാണോ പറയുന്നത്? VP സജീന്ദ്രൻ തോറ്റപ്പോ എന്തുകൊണ്ട് പാർട്ടിയെ പിരിച്ചുവിട്ടില്ല? കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ ഇപ്പോ എത്രയോ മന്ത്രിമാര് തോറ്റിരിക്കുന്നു. ഇതിനു മുമ്പ് ഈ കോൺഗ്രസ്സുകാർ എത്രയോ പേര് തോറ്റു. അവർക്ക് 40 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അന്ന് പാർട്ടി പിരിച്ചുവിട്ടില്ല? അപ്പൊ ഏതെങ്കിലും പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയൊക്കെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവില്ല മത്സരിക്കാനായിട്ട്. പണ്ടേ കോൺഗ്രസ് പിരിച്ചുവിടേണ്ടതായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പിരിച്ചുവിടേണ്ടതായിരുന്നു. പിന്നെ ആരാ ഇവിടെ മത്സരിക്കാനുണ്ടാകുക? 2020 NDAയോട് ചേർന്നപ്പോ അങ്ങ് പറഞ്ഞ വോട്ട് ചോർച്ച ഉണ്ടായിരുന്നുള്ള കാര്യം, ആ വോട്ട് നഷ്ടപ്പെട്ടത് 2020 രാഷ്ട്രീയത്തിനപ്പുറം 2020 പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പേര് നേരത്തെ വോട്ട് ചെയ്തു. അപ്പൊ അവരെല്ലാം 2020 ഉപേക്ഷിച്ചെന്നല്ലേ? അങ്ങനെയല്ല. ഇതിനകത്ത് ഈ 2020യിലേക്ക് വന്ന അല്ലെങ്കിൽ 2020യുടെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നല്ലൊരു വിഭാഗം ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റിന്റെ നല്ലൊരു ഭാഗം വോട്ട് ചെയ്യുന്നുണ്ട്, BJPയുടെ നല്ലൊരു ഭാഗം വോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ. അപ്പോ ഞങ്ങള് ആ ഒരു നിലപാടിൽ നിന്ന് മാറി NDAയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഈ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകള് ഞങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരെതിർക്കുന്ന പാർട്ടിയുടെ ഒരു ഭാഗമായി മാറിയപ്പോൾ അവര് സ്വാഭാവികമായിട്ട് അവരെ വോട്ടുകൾ നഷ്ടപ്പെട്ടു. അതിന് പുറമെ ഈ നിഷ്പക്ഷപതിയായിട്ടുള്ള ആളുകള്, ഞാൻ പറഞ്ഞൊരു അവർക്ക് പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരിലും 1% വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കാരണം ഇങ്ങനെ ഒരു സംവിധാനം ജനുവരി അവസാനമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. മാർച്ചിൽ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. അത് പറഞ്ഞ് മനസ്സിലാക്കാനോ ആശയക്കുഴപ്പം പരിഹരിക്കാനോ സാധിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത് കൊണ്ട് മാത്രം ഉണ്ടായതാണത്. അപ്പൊ അതൊരു വലിയൊരു ലോങ് ടൈമില് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഈ പോയവരെല്ലാം തിരിച്ചു വരും. അതിനേക്കാൾ ശക്തിയാർജിച്ച് തന്നെ 2020 വിജയിക്കുകയും ചെയ്യും. നമുക്ക് ഈ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന്റെ 140, UDFന്റെ 140 സ്ഥാനാർത്ഥികളെ എടുക്കട്ടെ. അവരുടെ കഴിവുകളും അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും എടുക്കട്ടെ. അതുപോലെ തന്നെ LDFന്റെ എടുക്കട്ടെ. എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലാത്ത ആളുകൾ മത്സരിച്ച സംസ്ഥാനമാണത്. നമ്മളുടെ 2020യുടെ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വെച്ചിട്ട് മാത്രം നമ്മൾ ചിത്രീകരിക്കുന്നത് ശരിയല്ല. അങ്ങനെ എടുത്തിട്ട് ആ 140 പേരെയും വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികള് അവരിലെ ഭൂരിഭാഗം ആളുകളെക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. മുന്നണി സംവിധാനത്തിൽ വന്നപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മുന്നണി സംവിധാനം ഒരു പരാജയമാണെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, നമുക്ക് ഏതൊരു സംവിധാനത്തിലും പുതിയൊരു സംവിധാനം, ഇപ്പൊ നമ്മളൊരു വിത്തിട്ട് കഴിഞ്ഞാൽ നാളെ അതിന്റെ ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. ഞങ്ങളൊരു മുന്നണിയിൽ ചേർന്നത് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം അതില് ചിലപ്പോ നല്ലതാവാം, ചീത്തയാവാം, താൽക്കാലികമായിട്ട് ചീത്തയാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകാം അതിനകത്ത്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് അതിലുള്ള ഏതെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. കാരണം രണ്ട് സംവിധാനങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത്
അവിടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇവിടെ 2020 എന്ന് പറയുന്ന പാർട്ടിയും കൂടി അവരുടെ അംഗങ്ങൾ തമ്മിൽ സെറ്റാവാനായിട്ടുള്ളൊരു സമയമുണ്ടത്. ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് അതിൽ പല സ്ഥലത്തും സംഭവിച്ചത്. അപ്പൊ അവിടെ ഒരു കോർഡിനേഷന്, രണ്ട് പാർട്ടികളും തമ്മിലുള്ള കോർഡിനേഷനിൽ പരസ്പരം ആ മത്സരരംഗത്ത് വന്നപ്പോൾ അതിൽ ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിച്ചു വന്നപ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതിപ്പോ ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇങ്ങനെയൊരു സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വളരെ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാമായിരുന്നു. വളരെ മികച്ചൊരു വിജയവും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചേനെ. അന്ന് ഇങ്ങനെ ഒരു ആലോചന ഇല്ലായിരുന്നോ ഒരു സഖ്യത്തെ പറ്റി? ഞാൻ അതിനെപ്പറ്റി വ്യക്തമാക്കിയതാണല്ലോ. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു സഖ്യത്തിൽ ചേരാൻ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ LDFും UDFും SDPIയും PDPയും വെൽഫെയർ പാർട്ടിയും 25 പാർട്ടികൾ ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി ഒറ്റ ചിഹ്നത്തിൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ഒരു സഖ്യത്തിൽ ചേരുന്നതിനെ പറ്റി ആലോചിച്ചതും തീരുമാനമെടുത്തത്. അതിനു മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അന്നേ ചേർന്ന് മത്സരിക്കേണ്ടതല്ലേ. 9 സീറ്റുകൾ BJP തന്നു. പക്ഷേ ഒരു രാഷ്ട്രീയപരമായി ആ രീതിയിലൊരു 10 സ്ഥാനാർത്ഥി തൃപ്പൂണിത്തുറ അക്കാര്യത്തിലൊക്കെ BJPക്ക് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് താങ്കൾ തന്നെ മത്സരിക്കുന്നുള്ളൊരു താല്പര്യമൊക്കെ അവർക്ക് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അവർക്ക് യോജിച്ച സ്ഥാനാർത്ഥി കൊടുക്കാത്തതുകൊണ്ട് BJP വോട്ടുകൾ പോലും കൃത്യമായി പോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു നിരീക്ഷണം. അതെങ്ങനെയാ നമ്മൾ പറയുക? കാരണം 21 BJPയുടെ സ്ഥാനാർത്ഥി തൃപ്പൂണിത്തുറ മത്സരിച്ചപ്പോ 23,000 വോട്ടുകളാണ് കിട്ടിയത്. അതേ സ്ഥലത്ത് അവിടെ തന്നെയാണ് നമ്മൾ ഡീലിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഡീലിന്റെ കാര്യം പറഞ്ഞ ആളുകളാണ് വിജയിച്ചത്. അങ്ങനെ ഒരു ഡീല് നടത്തണമെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് വിജയിക്കേണ്ടത്. ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് 23,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് 30% വോട്ട് വർധനവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 30,000 വോട്ടിലേക്ക് വന്നത് 7,000 വോട്ട് അവിടെ വർദ്ധിച്ചു. അത് നിസ്സാര കാര്യമല്ല. ഇത്രയും വലിയൊരു കൊടുങ്കാറ്റുണ്ടായപ്പോഴും തൃപ്പൂണിത്തുറ ഇത്രയും വിവാദമുണ്ടാക്കിയ ആ മണ്ഡലത്തില് ഞങ്ങൾക്ക് 30% വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് വോട്ട് ചെയ്യാത്തത്? BJPക്കാർ വോട്ട് ചെയ്തു, 2020കാർ വോട്ട് ചെയ്തു. അതിന്റെ ഫലമാണ് 30,000 വോട്ട് കിട്ടി. 2016 തൃപ്പൂണിത്തുറയിൽ തുറവൂർ വിശ്വംഭരം മത്സരിച്ചപ്പോൾ 29,843 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് 2016. അല്ല, അതൊക്കെ നമുക്കിപ്പോ ഓരോ വർഷങ്ങളിലെ എടുത്തിട്ട്, ഞാൻ ഇതിനു മുന്നില് BJP ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ഇതാണത്. നമുക്കിപ്പോ ഓരോ മണ്ഡലത്തില് ഇന്നവര് മത്സരിക്കുന്നു. ഇപ്പോ ഒരു പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് മത്സരിക്കുമ്പോ അവിടെ വ്യത്യാസങ്ങൾ വരാം, സ്ഥാനാർത്ഥി അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒരു സീനിയർ ലീഡറാണ് ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ഇപ്പൊ VD സതീശൻ പോയിട്ട് ഇപ്പൊ ഏതെങ്കിലും കോൺഗ്രസ് തോറ്റ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ വിജയിക്കാം. അപ്പൊ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. 2016 29,000 വോട്ട് അന്നത്തെ BJP സ്ഥാനാർത്ഥി നേടിയിട്ടുണ്ട്. 2021 അത് 24,000 പോയത്. അപ്പോൾ ആ വോട്ട് തന്നെ ഇത്തവണയും കിട്ടിയിട്ടുണ്ട്. അല്ല, നമുക്ക് ഈ കേരളം ഉണ്ടായ അന്നു മുതലുള്ള ചരിത്രമല്ല എടുക്കണ്ടേ. നമ്മൾ ഇതിനു മുന്നിലുള്ള ഇലക്ഷനിലാണ് BJP സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചത്. അത് അവസാനമായിട്ട് മത്സരിച്ച് 21-ലാണത്. 21 മത്സരിച്ച BJP സ്ഥാനാർത്ഥിയേക്കാൾ 30% വോട്ടുകൾ കൂടുതൽ പിടിച്ചു എന്ന് പറയുമ്പോൾ BJPയും 2020കാരും ഒറ്റക്കെട്ടായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അവിടെ ആ മത്സരരംഗത്ത് ഒന്നിച്ചു നിന്നു. അതുകൊണ്ടാണ് അത്രയും വോട്ട് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണ 42,000 വോട്ട് 2020ക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഇത്തവണ അത് 39,000 വോട്ടാണ്. കഴിഞ്ഞ തവണ BJPക്ക് 7,000 വോട്ട് കിട്ടിയിരുന്നു. ഒരു സഖ്യമാകുമ്പോൾ അങ്ങനെയാണെങ്കിൽ 50,000 വോട്ടിലേക്ക് എത്തേണ്ടത്. അല്ല, നമ്മള് എല്ലാ സ്ഥലത്തും അതേ ഫോർമുല വർക്ക് ചെയ്യണമെന്നില്ല. കാരണം കുന്നത്തുനാട് എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി മണ്ഡലമാണത്. ആ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു 2 ഘടകങ്ങൾ. ഒന്ന്, ഞങ്ങൾ NDA ചേർന്ന് കഴിഞ്ഞപ്പോൾ സംഖ്യയാക്കി ഒരു വർഗീയ പാർട്ടിയാക്കി മാറ്റി ഒരാശയക്കുഴപ്പം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കി. അതുകൂടാതെ FCRI അതിലും ഈ ചില ആശയക്കുഴപ്പങ്ങൾ അവസാന നിമിഷത്തിൽ ജനങ്ങളിലെ കുന്നത്തുനാട്ടിലുണ്ടാക്കി. അതുകൊണ്ടാണ് കുന്നത്തുനാടില് പ്രത്യേകിച്ച് നമ്മൾ വോട്ടുകൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല, ക്രിസ്ത്യൻ വോട്ടുകളിൽ ഗണ്യമായിട്ടുള്ള കുറവ് അതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുന്നത്തുനാടിലെ ഒരു രീതിയും തൃപ്പൂണിത്തുറ ഒരു രീതിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ മണ്ഡലങ്ങളിലും അതിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്.
2020 പ്രധാന മുഖം അങ്ങാണല്ലോ, ജനങ്ങൾ അറിയുന്ന ആൾ, നേതാവ് അങ്ങാണ്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് മത്സരിച്ചില്ല? ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നേട്ടം ഉണ്ടാക്കുന്നത് പറ്റുമായിരുന്നില്ല? ഇതില് ഞാൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അധികാരത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ പണമുണ്ടാക്കാനോ ഒരു MLA ആകാനോ MP ആകാനോ മന്ത്രിയാകാനോ ആയിരുന്നില്ല, ഇന്നുമല്ല. എന്നെ സംബന്ധിച്ച് ഈ കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹം ഇല്ല, MLA ആവാൻ ആഗ്രഹമില്ല, മന്ത്രിയാവാൻ ആഗ്രഹമില്ല. ഇനി അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഞങ്ങള് NDAയുടെ കൂടെ ഭാഗമായിരിക്കുന്നത് തന്നെ ആ ലക്ഷ്യത്തിൽ മുൻനിർത്തിയാണത്. ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ 2020 ഒറ്റയ്ക്ക് നിന്നാൽ ഒരുപക്ഷെ സാധിക്കില്ല. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിന്ന് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തുക, രക്ഷപ്പെടുത്തുക, ആ ഒരു ദൗത്യമാണ് ഞാനും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും എല്ലാം കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പൂർത്തിയാക്കും, ആ ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കും. അതിന് മത്സരിക്കണമെന്നില്ല എന്നാ പറയുന്നത്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് മത്സരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാൻ അവിടെ പലരും ചോദിക്കും മുഖ്യമന്ത്രി ആവണം. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, അതിനാണ് രാജീവ് ചന്ദ്രശേഖർജി മത്സരിക്കുന്നത്. അപ്പോ അവിടെ 2 നേതാക്കളുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ 3 നേതാക്കളുടെ ആവശ്യമില്ല. ഇപ്പൊ കോൺഗ്രസിൽ എത്രയോ ആളുകളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഞങ്ങളിൽ അങ്ങനെ ഒരു തർക്കമില്ല എന്നാണ് പറയുന്നത്. ഈ കൊച്ചി 2020 വലിയ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു കൊച്ചി. പക്ഷെ കൊച്ചിയിൽ ഇത്തവണ 3-1 വോട്ട് പോലും പിടിക്കാനായി സാധിച്ചിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? അല്ല, അതെല്ലാം ഒരുപാട് കാര്യങ്ങൾ. കാരണം അവിടെ 2020 ചെല്ലാനം എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. പല ആളുകളും അവിടെ വിചാരിച്ചിരിക്കുന്ന അത് 2020യുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അത് 2020 ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ജനങ്ങള് ഭരണം കൊടുത്തു. അവരത് വളരെ ഒരു രീതിയിലും അവർക്ക് നന്നായിട്ട് ഭരിക്കാൻ സാധിച്ചില്ല. അത് നാടിന് ഒരുപാട് ദൂഷ്യമുണ്ടാക്കി, ചീത്തപ്പേരുണ്ടാക്കി. ജനങ്ങൾ ഇന്ന് ചെല്ലാനത്തെ ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അത് 2020 ആണ് എന്ന് വിചാരിച്ച് അവിടെ ഒരു നെഗറ്റീവ് ഇത് 2020യോടൊപ്പം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന സമയത്ത് ഒരുപാട് വൈകിയിരുന്നു. അപ്പോ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ വേണ്ട രീതിയിൽ അതിന്റെ പ്രചരണം നടത്താനോ ഞങ്ങൾക്ക് എല്ലായിടത്തും എത്തിച്ചേരാനോ സാധിച്ചില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഏതെല്ലാം സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ഉള്ളൊരു തീരുമാനം ഉണ്ടായത്. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാനും പ്രവർത്തിക്കാനും എല്ലാം കൂടി കൂടിയിട്ട് 2 ആഴ്ച കഷ്ടി കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ചില അപാകതകൾ കൊണ്ടൊക്കെയാണ് ഈ വോട്ട് കുറഞ്ഞതും വ്യത്യാസങ്ങൾ വന്നതൊക്കെ. തീർച്ചയായിട്ടും ഇനിയിപ്പോ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഒരു മുന്നണി രാഷ്ട്രീയത്തിയിട്ട് വരുന്നു, ഒരു മത്സരരംഗത്ത് വരുന്നു, വ്യക്തമായിട്ട് ഏതെല്ലാം സീറ്റുകൾ മത്സരിക്കണമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നു. അപ്പൊ ഇപ്പൊ പറ്റിയ അപാകതകളെല്ലാം ഞങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കി വേറെ ഏതൊരു പാർട്ടിയേക്കാൾ കൂടുതൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. വലിയൊരു മാറ്റം ഞങ്ങൾ കൊണ്ടുവരും ഇവിടെ. പക്ഷേ കുന്നത്തനാട് മണ്ഡലത്തിൽ പോലും നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊരു പാർട്ടി വിട്ടു വന്നയാളെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി ആക്കേണ്ടി വരികയാണ്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് എല്ലായിടത്തും ഇപ്പൊ ഇവിടുത്തെ ശ്രീനിജൻ കോൺഗ്രസ്സുകാരനല്ല. മറ്റൊരു ജില്ലയിൽ നിന്നുള്ള ഒരാൾ അത് എത്രയോ ആളുകൾ അങ്ങനെ മത്സരിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആളുകള് എല്ലാവരും തന്നെ ഏത് രാജ്യക്കാരാ, ഏത് സംസ്ഥാന ഹോം ഗ്രൗണ്ടാണ് കുന്നത്തനാട്. അല്ല, ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് റിസർവേഷൻ മണ്ഡലമാണത്. റിസർവേഷൻ മണ്ഡലത്തില് കേരളത്തില് കുന്നത്തുനാടെന്ന് മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഉള്ള ആളുകളെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെയും ഞങ്ങള് ഒരാളെ കണ്ടുവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബാബു ദിവാകരനെ കണ്ടെത്തിയതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ തീരുമാനിച്ചത്. ഇവിടെ ആളില്ലാത്തത് കൊണ്ടല്ല ഞങ്ങളത് തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അതിൽ ഒരു പ്രത്യേക ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത്. അതിപ്പോ ഒരു ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥികള് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും തന്നെ അതാത് പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന അവിടെ തന്നെയുള്ള ആളുകളെ തന്നെയാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് റിസർവേഷൻ കാറ്റഗറി ആയതുകൊണ്ട് മാത്രമാണ്. അതിപ്പോ എല്ലായിടത്തും അതൊക്കെ തന്നെയാണത്. PC ജോർജും ഷോൺ ജോർജും അടക്കമുള്ളവർ നേരത്തെ സഭയുടെ ഉൾപ്പെടെ പിന്തുണ വേണ്ടത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന് രീതി വേണ്ടത്ര പിന്തുണ കിട്ടുന്നത് BJPയുടെ പല
നേതാക്കളും അനുഭാവികളും ഒക്കെ പരാതികൾ പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇനി താങ്കൾ ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം പറയുകയുണ്ട്. ഇനി എന്ത് പ്രവർത്തനമാണ് NDA-യുമായി ചേർന്ന് നടന്നത്? ഇത്ര ആശയക്കുഴപ്പം നിലനിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, നമുക്കിപ്പോ നമ്മുടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാവും. അതിനെ പരിഹരിച്ച് അതിജീവിച്ച് മുന്നേറുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഇവിടെയും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും, ഞാൻ പറഞ്ഞില്ലേ, ഈ സമയക്കുറവ് കൊണ്ടും പെട്ടെന്നുണ്ടായ ചില സാഹചര്യങ്ങൾ കൊണ്ടുമാണ് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റാതിരുന്നത്. ഇപ്പൊ ഈ FCRIയുടെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ സഭാ തർക്കത്തിലായിക്കോട്ടെ, മൈക്രോ മൈനോറിറ്റിയിലായിക്കോട്ടെ, ഞങ്ങളിപ്പോ 3 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കേരളത്തിന്റെ ഭരണമില്ലെങ്കിൽ തന്നെയും ഒരു പക്ഷേ കേരളത്തിന്റെ വികസനം ഇവിടെ ഭരിക്കുന്ന സർക്കാരിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വികസനം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഒന്നാണ് ഈ പറയുന്ന FCRI ഇഷ്യൂ, സഭാതർക്കം, മൈക്രോ മൈനോറിറ്റി ഇഷ്യൂ, അതുപോലെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ അങ്കമാലി കുണ്ടന്നൂർ ഹൈവേ, പുതിയ നാഷണൽ ഹൈവേകള്, ബൈപ്പാസുകള്, ഫ്ലൈ ഓവറുകള്, മെട്രോ, അങ്ങനെ ഒട്ടനവധി പദ്ധതികളുണ്ട്. ഞങ്ങള് 1, 2, 3, 4 എന്ന് വ്യക്തമായിട്ട് നമ്പറിട്ട് വികസന രേഖ തയ്യാറാക്കി കേരളത്തിന് സമർപ്പിക്കും. അത് നടപ്പിലാക്കും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങള് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ഇത് ഈ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് ഒരു വീഴ്ചയായി തോന്നുന്നുണ്ടോ? ഒന്നുമല്ല, ഇന്നത്തെ നാട്ടിൽ നല്ല ശക്തമായ സ്വാധീനം ഉണ്ടാകുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ കൂടുതൽ ഇടങ്ങളിലേക്ക് പോയപ്പോൾ വ്യക്തമായിട്ട് ഒരിടത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വന്നു തോന്നുന്നുണ്ടോ? ഞങ്ങള് 2021 നിയമസഭയിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുമ്പോ ഞങ്ങൾക്ക് കുന്നത്തുനാടില് 3 പഞ്ചായത്തുകളിൽ മാത്രമേ പാർട്ടി സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. ആ 3 പഞ്ചായത്തുകളിലെ പാർട്ടി സംഘടനാ സംവിധാനം വെച്ച് 8 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിച്ചു എന്നുള്ളതാണത്. 21 കാര്യമാണ് ഒറ്റയ്ക്ക് നിന്ന്. ഇത്തവണ ഞങ്ങൾ മത്സരിച്ചപ്പോൾ 19 സീറ്റുകളില് NDA എന്ന് പറയുന്ന ഒരു മഹാസഖ്യത്തിന്റെ കൂടെ അത്രയും ഒരു അതിന്റെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ മത്സരിച്ചത്. ഞങ്ങൾക്ക് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് 21 തെരഞ്ഞെടുപ്പായിട്ട് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു 100% പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്ര നിഷ്പ്രയാസമായിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. അപ്പോ പാർട്ടി 19 സീറ്റിലല്ല, എത്ര സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാവുന്ന രീതിയിൽ എക്യുപ്പിഡായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട്. മത്സരിച്ച 19 സീറ്റുകളിലും BJP വോട്ടുകളെല്ലാം പൂർണ്ണമായി ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതിപ്പോ നമുക്കിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ LDF അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ചതില് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ 30,000 വോട്ട് കുറഞ്ഞു? ഈ വോട്ടുകൾ എന്ന് പറയുന്നത് നമ്മള് വിചാരിക്കുന്ന രീതിയിൽ തീവ്ര കമ്മ്യൂണിസ്റ്റുകാര് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര്, BJPക്കാര്, 2020 എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ 5% താഴെയുള്ളൂ. ബാക്കി 95% വരുന്നതിൽ 80% ആളുകൾ നിഷ്പക്ഷമായിട്ടുള്ള ആളുകളാണത്. അവര് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വോട്ട് ചെയ്യും. ഇപ്പോഴത്തെ വോട്ട് എവിടെയും ചോർന്നു പോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. 2020 വോട്ട് എറണാകുളത്താണെങ്കിൽ പോലും ഇപ്പോൾ NDAയുടെ ഭാഗമായി BJP ആണ് അവിടെ നിന്നത്. പക്ഷെ അവിടെ 10,000 വോട്ടോളം 2020 ഉണ്ടായിരുന്നു. പക്ഷെ ആ വോട്ട് അവിടുത്തെ അല്ല, ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇത്തവണത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു. 10 വർഷം നരകയാതന അനുഭവിച്ച് അത്ര ശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായപ്പോ ഒരു കൊടുങ്കാറ്റായിട്ട് അടിക്കുകയായിരുന്നു. ആളുകൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ജനങ്ങൾ എടുത്തു അതിനെ. അപ്പൊ അവരുടെ മുന്നില് NDA പെട്ടെന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് ഇന്നത്തെ സാഹചര്യത്തിലല്ല. കാരണം ഒരു MLA പോലും ഇല്ല ഞങ്ങൾക്ക്. ആ ഒരു സാഹചര്യത്തില് NDA എല്ലാം വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഇതല്ല അവരുടെ മുന്നിലുണ്ടായിരുന്നത്. അവരുടെ മുന്നിലുണ്ടായിരുന്ന വഴി UDFനെ വിജയിപ്പിക്കുക, അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എൻ ബ്ലോക്ക് ആയിട്ട് ഒരുപാട് വോട്ടുകൾ, അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം എത്ര കൂടിയത്. 2020 എന്ന് പറയും സ്ഥിരമായിട്ടുള്ള വോട്ടുകൾ ഏത് പാർട്ടിക്ക് എവിടെ ഉള്ളത് ഇന്ത്യയില്? ഒരു പാർട്ടിക്കും അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞ ഒരു 5% ആളുകളാണ് തീവ്രമായിട്ട് രാഷ്ട്രീയപരമായിട്ട് അവര് പാർട്ടിയിൽ മാത്രമായിട്ട് ജനിച്ചെന്ന പോലെ വോട്ട് ചെയ്യുന്നത്. അതിനും മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. ബാക്കി 95% ആളുകൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണത്.
ഈ കൗണ്ടിങ്ങിന്റെ തലേദിവസവും PV ശ്രീനിധൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാണ്, ഒരു നമ്പർ സഹിതമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ അന്നും അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചെന്തായിരിക്കാം? അത് ശ്രീധരനോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം അദ്ദേഹം ചിലപ്പോൾ ജ്യോതിഷനായിരിക്കാം, അല്ലെങ്കിൽ മന്ത്രവാദം അറിയായിരിക്കാം. കാരണം എങ്ങനെ കൃത്യമായിട്ട് പ്രവചിക്കാൻ ഇതുപോലെ സാധിക്കുന്നു? ഇപ്പൊ ഇത്രയും പ്രവചിക്കാനായിട്ട് പുള്ളിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 140 മണ്ഡലങ്ങളിലെയും പ്രവചിപ്പിക്കാനായിട്ട് നമുക്ക് ഏർപ്പാട് ചെയ്യാമായിരുന്നു. PV ശ്രീനിധനുള്ള സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കണമെന്നുണ്ട്. ഈ VP സഞ്ജയനാകുമ്പോൾ അതിനൊരു ആശ്വാസം ഉണ്ടാവും. അത്ര മെച്ചപ്പെട്ട MLA ആയിട്ട് VP സഞ്ജയനെ കാണാൻ സാധിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും നമുക്കൊരു എതിരാളി വരുമ്പോ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാനും കൂടുതൽ വളരാനുമായിട്ടുള്ള സാഹചര്യം. ഇപ്പൊ എല്ലാവരും പറയുന്നത് ശ്രീനിധനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തിരിക്കുന്നത് ശ്രീനിധനാണ്. പക്ഷേ ഞങ്ങളെ ഏറ്റവും വളർത്തിയത് ശ്രീനിധനാണ്. അപ്പൊ ഒരു ശത്രു നമുക്കുണ്ടാകുമ്പോൾ അത് തുടർച്ചയായിട്ട് ആക്രമിക്കുകയാണ്. പുള്ളി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സൈലന്റ് ആയി പോവുകയായിരുന്നു. അത് തുടർച്ചയായിട്ട് ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ എറണാകുളത്ത് പല സീറ്റുകളും ഞങ്ങൾ നേടിയാണ്. അപ്പൊ നമുക്ക് ഒരാളുടെ അക്രമം കൊണ്ട് ഭയപ്പെടുന്ന ആളുകളല്ല ഞങ്ങൾ. അല്ല, ഇതില് ഞാൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ UDF മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടന പത്രിക 3000 റുപ്യ പെൻഷൻ, അത് അധികാരത്തിലേറിയാൽ ഈ മാസം തന്നെ നടപ്പിലാക്കണം. ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ല. ഇനി അങ്ങനെ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് പ്രതിപക്ഷത്തിന്റെ ചുമതല ഞങ്ങൾ ഏറ്റെടുക്കും. കാരണം ഇവിടെ LDFന്റെ പ്രതിപക്ഷം എന്ന് പറയുന്നത് UDF ആയിരുന്നു. അതൊരു പ്രതിപക്ഷമായിട്ട് ഞങ്ങള് കേരളത്തിലെ ജനങ്ങള് കണക്കാക്കിയിട്ടില്ല. UDF-ഉം LDF-ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ ഒരു മുന്നണിയാണ്, ഒരമ്മ പെറ്റ മക്കളാണത്. അതുകൊണ്ട് ഇപ്പോ LDF ഭരിക്കുന്നതിന് പകരം UDF ഭരിക്കുന്നു, LDF പ്രതിപക്ഷത്തിരിക്കുന്നു. അവര് പ്രതിപക്ഷത്തിന്റെ പേരുണ്ട് എന്നല്ലാതെ ഒരിക്കലും UDF-ന്റെ കൊള്ളരുതായ്മകള് ചൂണ്ടിക്കാണിക്കില്ല. യഥാർത്ഥ പ്രതിപക്ഷമാകാൻ പോകുന്നത് NDAയുടെ 3 MLA-മാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് LDF കാണിച്ച മാതിരി പ്രകടന പത്രിക ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ശക്തിയുക്തം ഞങ്ങൾ എതിർക്കും. അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും. അതുകൊണ്ട് ഈ 3000 രൂപ പെൻഷൻ അടുത്ത മാസം അധികാരമേറ്റ് കഴിഞ്ഞാൽ ആ മാസം മുതൽ തന്നെ നടപ്പിലാക്കണം. അതുപോലെ തന്നെ ബസ്സില് സൗജന്യ യാത്ര നടപ്പിലാക്കണം അതേ മാസം തന്നെ. അല്ലാതെ ഭരണം അവസാനിക്കുന്ന 5 വർഷം കാത്തിരുന്നിട്ടല്ല നടപ്പിലാക്കേണ്ടത്. അത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പിലാക്കി കാണിക്കണം. അത് കാണിച്ചില്ല. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങള് അവര് നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങള് അതിന്റെ നടപടികളിലേക്ക് പോകും. ഈ ലോക്സഭാ ഇലക്ഷൻ നേരിട്ടപ്പോ സുരേഷ് ഗോപി പറഞ്ഞത് എയിംസ് കേരളത്തിന് കൊണ്ടുവരുന്ന, അപ്പം ഇപ്പോ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചു നാളായി. അപ്പൊ സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധം ഉണ്ടാവോ? നമുക്ക് ഈ എയിംസ് കൊണ്ടുവരിക എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, ചോദ്യം ചോദിച്ചല്ലോ. ഏത് പ്രവൃത്തികളായാലും ഇപ്പോ ഞങ്ങളിപ്പോ ഇവിടെ അധികാരമില്ലാതെ പറയുന്നുണ്ട് പുതിയ നാഷണൽ ഹൈവേകൾ കൊണ്ടുവരാം. ഇത് കേരള സർക്കാർ കൂടി സഹകരിക്കണം. അപ്പോ എയിംസ് ഇപ്പോഴും കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഇവിടുത്തെ സർക്കാരാണ് അതിന് സഹകരിക്കേണ്ടത്. അല്ലാതെ കേന്ദ്ര സർക്കാർ അവിടെ നിന്ന് എയിംസ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിന്റെ സ്ഥലം കണ്ടെത്തൽ മുതൽ അതെവിടെ വേണമെന്നുള്ളത് മുതൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ തീരുമാനമെടുത്ത് അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതൊക്കെ സംസ്ഥാന സർക്കാരാണത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒട്ടനവധി വികസനങ്ങൾ ഞങ്ങൾ ഭരണത്തിലില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ അതിന് തടസ്സം നിന്നാൽ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 13 മന്ത്രിമാര് പ്രതിപക്ഷ നേതാവാണെന്നുള്ള കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം തലയെടുപ്പുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ വിജയിച്ച സ്ഥിതിക്ക് ഒരു സാധ്യതയായി മാറുമോ? അല്ല, അതൊക്കെ നിയമസഭയിലുള്ള കാര്യങ്ങൾ ജയിച്ച 140 പേരും കൂടി തീരുമാനിക്കേണ്ടതാണ്.
അത് എന്നെ പോലെയുള്ള ഒരാൾ തീരുമാനിക്കേണ്ടതല്ല. അവർ 140 പേരും കൂടിയിട്ട് ആ സമയമാകുമ്പോൾ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ. ഈ ശ്രീനിജൻ ആണ് കൂടുതൽ എതിർത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പാർട്ടി വളർന്നതെന്ന് പറയുന്നത്. ശ്രീനിജനായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ ശ്രീനിജനാണോ കുറച്ചുകൂടെ ബെറ്റർ? അല്ല, ശ്രീനിജൻ ഒരു നാടിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് 140 MLA-കളില് ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ദുഷ്ടനായിട്ടുള്ള, ഈ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കിയ, നഷ്ടമുണ്ടാക്കിയ, ഈ കേരളത്തെ കൊള്ളയടിച്ച, ജനങ്ങളെ വഞ്ചിച്ച ഒരു MLA ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ ആക്രമിച്ചതുകൊണ്ട് എനിക്ക് 100 ഇരട്ടിയായിട്ട് വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം MLA എന്നുള്ള രീതിയിൽ 140 MLA-കളിൽ ഏറ്റവും വലിയ പരാജയമായിരുന്നു. ഏറ്റവും കൂടുതൽ കേരളത്തെ ദ്രോഹിച്ച ഒരു മനുഷ്യനായിരുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച ഒരു മനുഷ്യനായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തടഞ്ഞൊരു മനുഷ്യനായിരുന്നു. അപ്പോ 140 MLA-കളിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച, ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു MLA ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ശ്രീനിജൻ MLA ആണെന്ന് പറയും. ഈ മുൻപത്തെ സർക്കാരുകളുടെ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ കൊണ്ടുപോകുന്നത് ആലോചിച്ചത്. അപ്പോൾ സർക്കാർ മാറി, രാഷ്ട്രീയം മാറി, അപ്പോൾ ഇനി തിരിച്ച് കുറെ കൂടി കേരളത്തിൽ വിപുലമാക്കാനുള്ള ആലോചന അങ്ങനെ എടുത്തുകൊണ്ടുവരാവുന്ന ഒരു ഫാക്ടറി അല്ലല്ലോ. അങ്ങനെ എടുത്തുകൊണ്ടുവരാമെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ അവിടെ കൊണ്ടുപോയത് ഇപ്പൊ അടുത്ത 10-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ആ പാർക്ക് അടക്കം. അപ്പോ അത് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ആ പാർക്ക്. അല്ല, അതൊക്കെ നമുക്ക് ഇവരിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരമ്മ പെറ്റ മക്കളാണ്. ഞങ്ങൾ വലിയ വ്യത്യസ്തമായിട്ടൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഭരിക്കട്ടെ, തുടങ്ങട്ടെ, അവര് തെളിയിക്കട്ടെ. ഇവിടെ വ്യവസായ സൗഹൃദമാണ്, വ്യവസായികൾ സുരക്ഷിതമാണ്, ഇവിടെ നിക്ഷേപം നടത്തിയാൽ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് അവര് തെളിയിച്ച് കാണിക്കട്ടെ. അപ്പൊ ആലോചിക്കാം അതിനെപ്പറ്റി. ഈ NDA അവതരിപ്പിച്ച കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവര് വീണ്ടും സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാവും. അതോ പലരും വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ പേരില്ലാത്തവരായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇനി ആരെങ്കിലും ഒക്കെ തന്നെ 2020-യുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാവുമോ? നമുക്ക് ഞങ്ങളുടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഇത് കൂടാതെ ഒട്ടനവധി ആളുകൾ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുക. അപ്പോ അത് അടുത്ത 1-2 മാസങ്ങളിലുള്ളിൽ ഒട്ടനവധി ആളുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ മത്സരരംഗത്തുണ്ടായിരുന്ന ആളുകൾ, മത്സരിക്കാതിരുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ചേരുന്നുമുണ്ട്. ആരും മത്സരിച്ച ആരും ഇതോടുകൂടി ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്, രാഷ്ട്രീയം നിർത്തുകയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാ ആളുകളും നമുക്ക് ശക്തിയായിട്ട് തുടരണം, അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരണം, അടുത്ത തവണ ഞങ്ങൾ ഈ മണ്ഡലം പിടിക്കാം, ഇപ്പോഴേ മുതൽ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അത് ആരൊക്കെ വേണം, ഏത് രീതിയിലാണ്, ഏത് സ്ഥാനമാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നെല്ലാം തീരുമാനമെടുത്തിട്ടില്ല. ലയൺസ് ജംഗിൾ പാർക്കിൽ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു പ്രസ്താവന, സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്. അപ്പൊ അതിൽ ആ പാർക്കിന് ഒരു ലൈസൻസും ഇല്ല, അതിന് വയലിലൊക്കെയാണ് അതിന്റെ നിർമ്മാണങ്ങൾ നടത്തിയത് എന്നുള്ള വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ അതില് ഈ പാർക്ക് ഉടമസ്ഥർക്കെതിരെ കേസെടുക്കണം, അവരെ പ്രതികരണം എന്ന ഒരാവശ്യം 2020 എന്നതിലില്ലേ? കാരണം ഇതിനകത്ത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഒരു പഞ്ചായത്തിന്റെ കസ്റ്റോഡിയൻ. ഈ ലൈസൻസ് മുതൽ ഇങ്ങനെയുള്ള അനുവാദങ്ങളെല്ലാം നിയമപരമായിട്ട് അടിച്ചു കൊടുക്കേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും സെക്രട്ടറിയാണത്. അപ്പോ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഉടമസ്ഥൻ ഈ ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന് ലൈസൻസ് വേണമോ എന്ന് ചോദിച്ച് ഒരു വിവരാവകാശം കൊടുക്കുകയും അതിനാവശ്യമില്ല, ലൈസൻസ് ആവശ്യമില്ല എന്ന് അദ്ദേഹം ഒരു കത്ത് കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ എന്നോട് ഞാൻ അതിന്റെ പേപ്പറുകളുമായിട്ട് ഇതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യർ ചിന്തിക്കുക? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്ത് നടപടിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ പാർക്ക് വിവരാവകാശം ചോദിച്ചിരിക്കുന്നത് അവിടെ ഒരു വിശ്രമ കേന്ദ്രം, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം ഒരുക്കുന്നു എന്നതാണ്. അവിടെ ടിക്കറ്റ് വെച്ച് പ്രവേശനം ആ സമയത്തില്ലായിരുന്നു. പിന്നീടാണ് ടിക്കറ്റ് വെച്ച് പ്രവേശനം തുടങ്ങിയത്. പക്ഷെ അത് പഞ്ചായത്ത് മെമ്പറാണ് ഉൾപ്പെടെയുള്ള ആളുകളാണ് സെക്രട്ടറിയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഇതിലെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ കീഴിലാണ് പഞ്ചായത്തുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത്.
അവിടെ മെമ്പർമാരാണ് ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സെക്രട്ടറിയാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, ആരാണെങ്കിലും നടപടി എടുക്കട്ടെ, ഞങ്ങൾ അതിനൊന്നും തടസ്സം നിൽക്കില്ല. ഞങ്ങളുടെ ഒരു മെമ്പർ നിയമവിരുദ്ധമായിട്ടുള്ളൊരു നടപടി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കട്ടെ, ഞങ്ങൾ അതിന് തടയില്ല. ഒരു നിയമത്തെ ലംഘിക്കുന്നതും ഞങ്ങൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പൊ അത് പോലീസ് അന്വേഷിക്കട്ടെ, സർക്കാരുണ്ടല്ലോ, ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടല്ലോ, അന്വേഷണം നടത്തട്ടെ. 19 വിജിലൻസ് കേസുകൾ വിജിലൻസ് അന്വേഷണം കിഴക്കമലം പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. ഇതുവരെ 1 രൂപയുടെ പോലും അഴിമതി കണ്ടുപിടിക്കാനോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കാനോ ഇതിന്റെ മുൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇവരും അന്വേഷിച്ചോട്ടെ, വിജിലൻസ് ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസുണ്ട്, അന്വേഷിക്കട്ടെ. ഇനി ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഞങ്ങളുടെ മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ, അതിന് ഞങ്ങൾ തടസ്സം നിൽക്കില്ല. ഈ പാർക്കിന്റെ ഉടമകൾക്ക് താങ്കളുമായും 2020യുമായും അടുത്ത ബന്ധമുണ്ട് എന്നാണ് വിമർശനം വരുന്നത്. ഞാനിപ്പോ ഒരുപാട് ആളുകളുമായിട്ട്, ഈ നാട്ടിലെ എല്ലാ ആളുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അവരുടെ പേരിൽ നടപടിയെടുക്കട്ടെ. അത് ഉടമസ്ഥനാണെങ്കിൽ ഉടമസ്ഥന്റെ പേരിലെടുക്കട്ടെ, അയൽവക്കക്കാരനാണെങ്കിൽ അയൽവക്കക്കാരന്റെ പേരിലെടുക്കട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അവരുടെ പേരിലെടുക്കട്ടെ, മെമ്പറാണെങ്കിൽ മെമ്പറുടെ പേരിലെടുക്കട്ടെ, ഇനി സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറിയുടെ പേരിൽ എടുക്കണം. അതാ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ഇതെല്ലാം 2020യുടെ തലയിട്ട് കൊണ്ടുവന്ന് ചാരാമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ കുറെ ആശയക്കുഴപ്പം കാരണം മാറിപ്പോയി ഇത്തവണ എന്ന് പറഞ്ഞല്ലോ, ഇവരെയൊക്കെ എങ്ങനെ വിശ്വാസത്തിൽ എടുക്കാനാണ്? അതൊക്കെ വരുന്നേ, അടുത്ത ഇലക്ഷൻ വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് പ്രവർത്തനത്തിൽ കൂടി. ഇപ്പോ എനിക്ക് ഇന്ന് നിങ്ങൾ കണ്ടോ എന്നറിയില്ല, രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു ഏഷ്യാനെറ്റിലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങള് ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ടല്ല, ഞങ്ങൾ നോക്കുന്ന കേരളത്തിന്റെ വികസനമാണ്, ഇവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമാക്കുക. ആ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭരണമുണ്ടെങ്കിലും വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ നാട്ടിലുണ്ടാവും, ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ലക്ഷക്കണക്കിന് കോടികളുടെ വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരും. ഈ ആളുകളെ പ്രവർത്തനത്തിൽ കൂടി അവരെ വിശ്വാസത്തിലെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു.